ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കുകയാണ്. അച്ഛാ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു പോവുകയാണ് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ പറയും, നീ ഇവിടെ വന്നതിന് ശേഷം സുധാകരൻ മാഷും വിക്രവും നിന്നെ വിളിക്കാൻ വന്നതല്ലേ, എന്നിട്ട് നീ പോയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് അച്ഛാ എൻ്റെതായിട്ടുള്ള പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ പുളിക്കനും ഇല്ലാതായതുകൊണ്ട് ഏക ദൃക്സാക്ഷി നഷ്ടപ്പെട്ടല്ലോ. അതുകൊണ്ട് തന്നെ വിക്രത്തിനെതിരെയുള്ള കേസ് കോടതിയിൽ നിലനിൽക്കില്ലെന്ന് അച്ഛനും അറിയാലോ. വിക്രം തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നോളും എന്ന് പറയുന്നു. അന്ന് നീ പറഞ്ഞ കാരണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. എന്നിട്ടും നീ തിരിച്ചു പോകാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അന്ന് നീ വന്നപ്പോൾ പറഞ്ഞതെല്ലാം കള്ളമാണെന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നിട്ട് ചോദിക്കും, പറ എന്തിനാ നീ വിക്രത്തിന്റെ വീട് വിട്ട് ഇങ്ങോട്ട് പോന്നതെന്ന്. അതിന്റെ ഉത്തരം അച്ഛൻ വൈകാതെ തന്നെ അറിയും. എന്തുകൊണ്ട് ഇപ്പൊ പറഞ്ഞുവിടാന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പൊ പറയാൻ സമയമായില്ല അച്ഛാ, എന്തായാലും ഞാൻ തന്നെ പറഞ്ഞോളാം. അത് അച്ഛന് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാ എന്ന് പറയുന്നു. അത് അച്ഛനോട് പറയുന്നതിന് മുൻപേ എനിക്ക് നിയമം മുഖേന പല കാര്യങ്ങളും ഉറപ്പുവരുത്താനുണ്ട്. അതും കൂടെ കഴിയുമ്പോൾ ചിലരുടെ പ്രതികരണം രൂക്ഷമാകുന്നത് അച്ഛൻ തന്നെ കാണും. അപ്പോൾ എല്ലാം മനസ്സിലാവുകയും ചെയ്യും അച്ഛന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ അങ്ങ് തിരിഞ്ഞ് നടക്കാണ്. അപ്പോൾ അച്ഛൻ വിളിക്കാട്ടോ, നിൽക്കവിടെ. നീ എന്നാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ പോകും എന്നാ വിചാരിക്കുന്നേ എന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വന്ന് കയറുമ്പോൾ ശങ്കരൻ ചോദിക്കുന്നുണ്ട്, വിക്രത്തിനെതിരെ പല കാര്യങ്ങളും ഞാൻ നീയുമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ അവരുടെ പാട്ടിന് വിട്ടതുമാണ്. പക്ഷേ നീ അവർക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്തിന്റെ മുഖമൊക്കെ ആകെ മാറുകയാണ്. എന്നിട്ട് പറയും, വിക്രത്തിനെ ജയിലിലാക്കാൻ വേണ്ടി നീ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അവൻ വീഴാത്തത് കൊണ്ട് അവരുടെ വീട്ടുകാരെ തന്നെ ട്രാപ്പിലാക്കാൻ നീ ശ്രമിച്ചു അല്ലേ ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ശ്രീകാന്ത് കയറി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താ ഇപ്പൊ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. അച്ഛൻ തന്നെയല്ലേ അവരെ പിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത് എന്നോട് എന്ന് പറയുമ്പോൾ ആ ജഡ്ജി പറയുന്നുണ്ട്, എന്റെ മനസ്സ് ആദ്യം മാറിയതാണ്, അത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, അപ്പൊ ഇങ്ങനെയായോ കാര്യങ്ങൾ എന്ന് ചോദിക്കട്ടെ ശ്രീകാന്ത്. അച്ഛൻ അവനെ ക്രിമിനൽ എന്നല്ലായിരുന്നോ വിളിച്ചിരുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും തെറ്റ് ചെയ്ത പലരും ഈ സമൂഹത്തിൽ ശിക്ഷിക്കപ്പെടാതെ നിലനിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാന്ന് പറയുമ്പോൾ ശ്രീകാന്ത് മുഖം തിരിക്കുകയാണ് കേട്ടോ. വേദയെ ഈ വീട്ടിലേക്ക് തിരിച്ചുകൊണ്ട് വരാൻ ഞാൻ അറിയാതെ വിക്രമിനെതിരെ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ശ്രീകാന്ത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് ഒന്നും തന്നെ മിണ്ടുന്നില്ല. അപ്പോഴേക്കും ശ്രീകാന്തിന്റെ അമ്മ വന്നിട്ട്, എന്താ നീ ഒന്നും ചോദിച്ചിട്ട് മിണ്ടാത്തത്, അച്ഛൻ ചോദിച്ചതിന് ഉത്തരം പറ എന്ന് പറയുന്നു. പറ ശ്രീകാന്തെ, നീ എന്തൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ദീപ്തിയും കൂടെ വന്ന് കേൾക്കുകയാണ് കേട്ടോ. അതിനുശേഷം പറയുന്നതൊക്കെ കേട്ടിട്ട് അച്ഛൻ്റെ അടുത്തുനിന്ന് മകൻ നല്ല തല്ല് വാങ്ങുന്നുണ്ട്. പിന്നീട് വേദയുടെ അടുത്ത് പോകുമ്പോൾ വേദ നല്ല പുളിച്ച തെറിയും പറയുന്നുണ്ട്. അതൊക്കെ നാളത്തെ എപ്പിസോഡിലാണ്. വേദയെ അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് ശ്രീകാന്ത്.